പ്രൊപ്പോസിഷൻ 2.1 ആണ് പറയുന്നത്. ഇതിൻ്റെ ഐഡിയ ഞാൻ ഗ്രാഫിക്കലായിട്ട് പറഞ്ഞുതരാം. ഈ ഫിഗർ എന്താണെന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. നമുക്ക് കാണിക്കേണ്ടത് എന്താ അറിയോ, എഫ് എന്ന് പറഞ്ഞാൽ ബ്രാഞ്ച് ഓഫ് ലോഗ് സെഡ് ആണെങ്കിൽ ഇതിലുള്ള ടോട്ടൽ ബ്രാഞ്ചസിൻ്റെ ഫംഗ്ഷൻ ഈ രൂപത്തിൽ ഏതാണെന്ന് നമുക്ക് കാണിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇനി കണ്ടീഷൻ എന്തൊക്കെയാണ് പറഞ്ഞുതരാം. ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്ന കണ്ടീഷൻ എഫ് ബ്രാഞ്ച് ഓഫ് ലോഗ് സെഡ് ആവണമെന്നുണ്ടെങ്കിൽ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ജി എന്ന് സിയിലേക്ക് ആവണം. അതുമാത്രമല്ല എഫ് എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആവണം. ഈ ജി എന്ന് പറയുന്നത് ഓപ്പണും ആവണം, കണക്റ്റഡും ആവണം. ഓക്കെ, അങ്ങനെ ജി എന്ന് സിയിലേക്കുള്ള മാപ്പാണ് എഫ്. ഇനി ഈ ജിയിലെ ഒരു എലമെൻ്റാണ് സെഡ്. ഈ സെഡിനെ e⁻f(z) എന്ന് പറയുന്ന ഫോമിൽ എഴുതാൻ പറ്റുമെങ്കിൽ നമ്മൾ എഫിനെ എന്ത് വിളിക്കും? ബ്രാഞ്ച് ഓഫ് ലോഗ് സെഡ് എന്ന് വിളിക്കും. നമുക്കിവിടെ കാണിക്കേണ്ടത് എന്താ അറിയോ, ഇതിൽ ടോട്ടൽ അതേപോലത്തെ ബ്രാഞ്ചസ് ഉണ്ടാവില്ലേ, ലോഗ് സെഡിൻ്റെ ഇതേപോലത്തെ ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ടാവില്ലേ, അതിൻ്റെ ടോട്ടാലിറ്റിനെതാ ഈ ഒരു ഫംഗ്ഷൻ്റെ രൂപത്തിൽ എഴുതാനാണ് നമുക്ക് കാണിക്കേണ്ടത്. അപ്പോൾ ഇതിനെ നമ്മൾ രണ്ട് കാര്യങ്ങൾ കാണിക്കണം. ഞാനിതാ ഈ ഒരു ഫംഗ്ഷനെ g of z എന്ന് വിളിക്കാം നമ്മൾ എളുപ്പത്തിന് വേണ്ടി. അപ്പോൾ g of z = f of z plus 2πki എന്ന് വരും. ഈ g of z ഈ ജിൻ്റെ ഉള്ളിലെ ഒരു ബ്രാഞ്ച് ഓഫ് ലോഗ് സെഡ് ആണെന്ന് കാണിക്കേണ്ടത്. എഫ് ഓഫ് സെഡ് കിടക്കുന്ന പോലെ തന്നെ g of z കിടക്കുന്നു കാണിക്കണം. ഇനി എന്ത് കാണിക്കണം? എഫ് ഓഫ് സെഡ് പ്ലസ് 2πki എന്ന് പറയുന്നത് g of z തന്നെയാണെന്നും കാണിക്കണം. ഓക്കെ, അപ്പോൾ ഇത് രണ്ട് കാണിക്കണം. ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു അറിയോ, g of z ഇതിൻ്റെ ഉള്ളിൽ ജീൻ്റെ ഉള്ളിൽ ഒരു ബ്രാഞ്ച് ഓഫ് ലോഗ് സെഡ് ആയി കിടക്കുന്നു കാണിക്കാനേ ഈ g of z f of z ഈക്വൽ ആണെന്ന് കാണിച്ചാൽ പോരെ. എഫ് ഓഫ് സെഡ് ബ്രാഞ്ച് ഓഫ് ലോഗ് സെഡ് അല്ലേ, അതേപോലെ g of z എഫ് ഓഫ് സെഡിന് ഈക്വൽ ആയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? g of z ബ്രാഞ്ച് ഓഫ് ലോഗ് സെഡ് ആവും. അപ്പോൾ നമ്മൾ എന്താ കാണിക്കാൻ പോകുന്നത്? e of g of z e of f of z ഈക്വൽ ആണെന്ന് കാണിക്കാൻ പോകുന്നത്. അതിനെന്താ ചെയ്യുന്നതെന്ന് അറിയോ, നമ്മൾ g of z ഇക്വേഷൻ ഇതല്ലേ, ഇതിന് എക്സ്പൊണൻഷ്യൽ കൊടുക്കും. അപ്പോൾ ഇതെങ്ങനെ വരുമല്ലോ, ഇങ്ങനെ വന്നു. ഇനി നോക്കിയേ, ഇവിടെ എക്സ്പൊണൻഷ്യലിൻ്റെ ഈ ഒരു ഭാഗത്ത് ഇവിടെ പ്ലസ് എന്ന് വന്നു കഴിഞ്ഞാൽ നമുക്കിത് എക്സ്പൊണൻഷ്യൽ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്തൂടെ. ഓക്കെ, അപ്പോൾ ഇതാ e⁻f(z) ഇൻറ്റു e⁻2πki എന്ന് വന്നു. ഇനി നോക്കിയേ, e⁻2πki എനിക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? e⁻πi നമുക്ക് cos π പ്ലസ് i sin π എന്ന് എഴുതാൻ പറ്റുന്ന പോലെ തന്നെ e⁻2πki നമുക്കിത് ഇങ്ങനെ എഴുതാൻ പറ്റും. ഇനി നോക്കിയേ, cos 2π എന്ന് പറഞ്ഞാൽ 1 അല്ലേ, അപ്പോൾ ഈ ടേം മൊത്തം എന്തായി? 1 ആയി പോയി. ഇനി sin 2π എന്ന് പറഞ്ഞാൽ 0 അപ്പോൾ ഈ ടേം മൊത്തം 0 ആയി പോയി. അപ്പോൾ ഇനി ബാക്കി എന്താ ഉണ്ടാവുക? 1 മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ e⁻f(z) ഇൻറ്റു 1 എന്ന് വന്നു. അപ്പോൾ എന്ത് കിട്ടി? e⁻g(z) എന്ന് പറഞ്ഞത് e⁻f(z) എന്ന് കിട്ടി. അപ്പോൾ ഇത് നമുക്ക് ഫസ്റ്റ് കാര്യം പ്രൂവ് ചെയ്തല്ലോ, g of z എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീൻ്റെ ഉള്ളിൽ ഒരു ലോഗ് സെഡിൻ്റെ ബ്രാഞ്ച് ആയിട്ട് കിടക്കുന്നു കിട്ടി. ഇനി നമുക്ക് രണ്ടാമത്തെ കാണിക്കേണ്ടത് ഈ ടോട്ടാലിറ്റി ഓഫ് ലോഗ് സെഡിൻ്റെ ബ്രാഞ്ചസിൻ്റെ ടോട്ടാലിറ്റി എന്ന് പറയുന്നത് ഇതേപോലെ കിടക്കുന്നു കാണിക്കണം. അതിനെന്താ ചെയ്യുന്നതെന്ന് അറിയോ, നമുക്കിവിടെ കിട്ടിയില്ല e⁻g of z e⁻f of z ഈക്വൽ ആണെന്ന്. ഇവിടുന്ന് നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ ചെയ്തു വന്നില്ലേ, അത് നേരെ ഓപ്പോസിറ്റ് ചെയ്യുക, ഇവിടുന്ന് അങ്ങോട്ടേക്ക് പോയാൽ മതി. അതേ ആദ്യം e⁻g of z = e⁻f of z എന്ന് കിട്ടിയതാ ഈ സാധനം. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഇൻറ്റു 1 കൊടുക്കും. ഇൻറ്റു 1 എന്ന് കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു? 1നെ നമ്മളിതാ ഈ ഫോമിൽ എഴുതുന്നു, 1നെ ഈ ഫോമിൽ എഴുതുന്നു. ഇനി ഇതിനെ ഈ ഫോമിൽ എഴുതുന്നു, ഇതിനെ ഈ ഫോമിൽ എഴുതുന്നു. ഇതിനെ പിന്നെ നമുക്കിതാ ഈ ഫോമിൽ നേരത്തെ കണ്ടില്ലേ. അപ്പോൾ ഇതിൽ നിന്ന് എന്ത് പറയാൻ പറ്റും? g of z = f of z plus 2kπi എന്ന് എഴുതാൻ പറ്റും. ഇത് രണ്ടും വെച്ചിട്ട് നമുക്ക് എന്ത് പറയാൻ പറ്റുമോ? എന്ത് പറയാൻ പറ്റും? ലോഗ് സെഡിൻ്റെ ബ്രാഞ്ചസുകളുടെ ടോട്ടാലിറ്റിനെ ഈ ഒരു ഫംഗ്ഷൻ്റെ ഫോമിൽ എഴുതാൻ പറ്റുമെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു.